നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഡ്രോയിങ് ടീച്ചർ വരയ്ക്കാൻ പറയാറുള്ള ഒരു ചിത്രം ഓർമ്മയുണ്ടോ? മലകളും അതിനിടയിലൂടെ ഒഴുകിവരുന്ന അരുവിയും മേഘങ്ങളും പറവകളും ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. ഇങ്ങനൊരു സ്ഥലത്തെ വിശേഷങ്ങളാണ് ഇന്ന് കാണാൻ പോകുന്നത്. അസമിലെ ഡിബ്രുഗഡ് എന്ന സ്ഥലത്തു നിന്നാണ് എൻ്റെ യാത്ര തുടങ്ങിയത്. ഏതാണ്ട് 600 കിലോമീറ്ററാണ് തവാങ്ങിലേക്കുള്ള ഡിസ്റ്റൻസ്. അരുണാചൽ പ്രദേശിലെ ഒരു ഹിൽ ടൗൺ ആണ് തവാങ്. ഒരുപാട് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസും മനോഹരമായ ലാൻഡ്സ്കേപ്പുകളും ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെയുള്ള ഒരു സുന്ദരമായ സിറ്റിയാണിത്. വർഷത്തിൽ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഹെവി സ്നോഫോൾ ഉണ്ടാവാറുള്ള ഒരു സിറ്റിയും കൂടിയാണിത്. ഏതാണ്ട് 300 കിലോമീറ്റർ മാറി തേസ്പൂർ എന്ന സ്ഥലത്തായിരുന്നു ആദ്യത്തെ സ്റ്റേ. ഒറ്റപ്പെട്ട റോഡുകളും ലാൻഡ്സ്ലൈഡ് പ്രോൺ ഏരിയയും ആയത് കാരണമാണ് അതിനുശേഷമുള്ള യാത്ര അടുത്ത ദിവസത്തേക്ക് മാറ്റിയത്. ഡിബ്രുഗഡിലെ ഫേമസ് ബ്രിഡ്ജായ ബോഗിബീൽ ബ്രിഡ്ജാണത്. 4.94 കിലോമീറ്റർ ദൂരമുള്ള റെയിൽ റോഡ് ബ്രിഡ്ജ് ആണത്. ബ്രഹ്മപുത്ര നദിയുടെ കുറുകെയാണ് ഇത് പണിതിട്ടുള്ളത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ റെയിൽ റോഡ് ബ്രിഡ്ജും കൂടിയാണ് ഈ ബോഗിബീൽ ബ്രിഡ്ജ്. ബോംഡില എന്ന ടൗൺ വരെയാണ് രണ്ടാമത്തെ ദിവസത്തെ യാത്ര. ബോംഡിലയിലെ ഹോട്ടലിന്റെ വെളിയിലുള്ള വ്യൂ ആണ് ഇത്. ഒരു ഹിൽ ടൗൺ ആയത് കാരണം എങ്ങോട്ട് നോക്കിയാലും നേച്ചറിന്റെ ബ്യൂട്ടി തന്നെയാണ്. ഇവിടുത്തെ മാക്സിമം ടെമ്പറേച്ചർ 25 ഡിഗ്രിയാണ്. വിന്ററിൽ മൈനസ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ സ്നോഫോളും ഉണ്ടാവാറുണ്ട്. ഇതാണ് ഇവിടുത്തെ ഫേമസ് വാലിയായ സ്പിതി വാലി. തണുപ്പത്ത് റൂമും നമ്മുടെ ബോഡിയും വാമാക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഇത്. ഇവിടുത്തെ വീടുകളിലൊക്കെ ഇങ്ങനെയുള്ള സിസ്റ്റം ഉണ്ടായിരിക്കുമെന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. ഇതാണ് മണ്ടാല ടോപ്പ്. 108 സ്തൂപം ഉള്ള ഒരു സേക്രഡ് ബുദ്ധിസ്റ്റ് പ്ലേസ് ആണിത്. ഓരോ സ്തൂപത്തിനെയും മനെ എന്നാണ് വിശേഷിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് മണ്ടാല ടോപ്പ് എന്ന് വിളിക്കുന്നത്. ഈ സ്തൂപമെല്ലാം ഓരോ ഫാമിലീസ് സ്പോൺസർ ചെയ്തിട്ടുള്ളതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബോംഡില മൊണാസ്ട്രി ആണിത്. ടിബറ്റിലെ സോനാഗോൺസെ എന്ന ഫേമസ് മൊണാസ്ട്രിയുടെ റെപ്ലിക്ക ആണ് ഇത്. മഹായാന ബുദ്ധിസമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. കുറെ മോങ്സ് ഒക്കെ സ്റ്റേ ചെയ്യുന്ന ഒരു മൊണാസ്ട്രി ആണ് ഇത്. ഇവിടുത്തെ എഞ്ചിനീയറിംഗ് മാസ്റ്ററിയുടെ ഒരു എക്സാമ്പിളാണിത്. ഈ റോഡ് സൈഡിൽ കാണുന്ന ഷോപ്പുകളും അതുപോലെ വീടുകളും ഒക്കെ ഇങ്ങനെയുള്ള രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കാറുള്ളത്.
ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിലേക്കാണ് ഇനിയുള്ള യാത്ര. സ്നോഫോൾ ഉണ്ടാവുന്ന സ്ഥലമായത് കാരണം ട്രയാങ്കിൾ ഷേപ്പിലുള്ള റൂഫാണ് ഇവിടെ എല്ലാ ബിൽഡിങ്ങിലും കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ മാർക്കറ്റാണിത്. അടുത്ത ദിവസത്തെ യാത്ര തവാങ് സിറ്റിയിലോട്ടാണ്. വഴിയിൽ ആദ്യത്തെ സ്റ്റോപ്പ് സേല പാസിലാണ്. (13,700 ഫീറ്റ് ഉയരത്തിലാണ് സേല പാസ്. സേല പാസ് എന്ന പേരിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. കഥയല്ല, ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. 1962 ഇൻഡോ ചൈന വാർ ഹീറോ ആയ റൈഫിൾമാൻ ജസ്വന്ത് സിംഗ് റാവത്ത് 3 ദിവസം വരെ ഒറ്റയ്ക്ക് ചൈനീസ് ആർമിക്കെതിരെ യുദ്ധം ചെയ്ത സ്ഥലമാണിത്. ആ ദിവസങ്ങളിൽ ജസ്വന്ത് സിംഗിനെ ഇഷ്ടപ്പെട്ടിരുന്ന സേല എന്ന പെൺകുട്ടിയും അവരുടെ സഹോദരിയായ ന്യൂറയും റൈഫിൾമാന് വെള്ളവും ഭക്ഷണവും കൊടുത്തിരുന്നു. പിന്നീട് ചൈനീസ് ആർമി ജസ്വന്ത് സിംഗിനെ പിടിക്കുകയും തല വെട്ടിക്കളയുകയുമാണ് ഉണ്ടായത്. കൂടെ നൂറയെയും കൊന്നു. സേല ഒരു മലയിൽ നിന്നും ചാടി ആത്മഹത്യയും ചെയ്തു. ആ പെൺകുട്ടിയുടെ ഓർമ്മയ്ക്കായാണ് സേല പാസ് എന്ന പേര് ഈ സ്ഥലത്തിന് വന്നത്. ഇതാണ് സേല ലേക്ക്. വിന്റർ സീസണിൽ ഇവിടെ മഞ്ഞ് മാത്രമേ കാണാൻ കഴിയൂ. കോട മാറിയപ്പോഴുള്ള സേല പാസിന്റെ ബ്യൂട്ടിയാണിത്. ഇനിയുള്ള യാത്ര തവാങ്ങിലെ ഏറ്റവും ഫേമസ് പ്ലേസായ ഇൻഡോ ചൈന ബോർഡർ ബുംഗ്ല പാസിലേക്കാണ്. മുഴുവനായിട്ടും ആർമിയുടെ കൺട്രോളിലുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെ വരാനും സ്പെഷ്യലായിട്ട് പാസ് എടുക്കേണ്ടതുണ്ട്. വിന്റർ സമയത്ത് മുഴുവനും മഞ്ഞുമൂടി വെള്ള നിറം മാത്രം കാണാൻ കഴിയുന്ന സ്ഥലമാണ് ഇത്. ഇതാണ് ബുംഗ്ല പാസ്. ആ കാണുന്ന ബിൽഡിങ്ങിലാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഫ്ലാഗ് മീറ്റിംഗ് ഒക്കെ നടക്കാറുള്ളത്. ആ കാണുന്ന മൗണ്ടൈൻസ് ഒക്കെ ചൈനയിലാണ്. ഇതിനപ്പുറത്തേക്ക് ക്യാമറ അലൗഡ് അല്ലാത്തത് കാരണം വീഡിയോ പകർത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ചൈനീസ് പട്ടാളക്കാരെയൊക്കെ കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് തിരിച്ചു. അടുത്ത ലൊക്കേഷനാണ് മാധുരി ലേക്ക്. ഇതിനിടയിൽ ഇങ്ങനെ മേഘങ്ങൾക്കിടയിൽ പെട്ട് ഒന്നും കാണാനാവാതെ കുറച്ചു സമയം നിൽക്കേണ്ടിയും വന്നു. ഈ ലേക്കിന്റെ പേരാണ് ഇത്. വായിച്ചെടുക്കാൻ അറിയുന്നവർ വായിക്കുക. ഈ ലേക്കിന്റെ വേറൊരു പേരാണ് മാധുരി ലേക്ക്. കൊയില എന്ന ഹിന്ദി മൂവിയിൽ മാധുരി ദീക്ഷിതിന്റെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമായതുകൊണ്ടാണ് മാധുരി ലേക്ക് എന്ന പേര് വന്നത്. ഏതാണ്ട് 12,500 ഫീറ്റ് മുകളിലാണ് ഈ ലേക്ക് ഉള്ളത്. വിന്റർ ടൈമിൽ ഏതാണ്ട് 4 ഫീറ്റ് വരെ സ്നോഫാൾ ഉണ്ടാവാറുള്ള സ്ഥലമാണ് ഇത്. ഇതാണ് നുരാനങ് വാട്ടർഫാൾ. ജങ് വാട്ടർഫാൾ എന്നും അറിയപ്പെടാറുണ്ട്. സേലയുടെ സിസ്റ്ററായ നുരയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ വാട്ടർഫാളിന് ഈ പേര് കൊടുത്തത്. (1962) വാർ ഹീറോ ആയ റൈഫിൾമാൻ ജസ്വന്ത് സിംഗ് റാവത്തിന്റെ ഓർമ്മയ്ക്കായി പണിത വാർ മെമ്മോറിയലാണ് ഇത്.
ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞ ജസ്വന്ത് സിംഗിന്റെയും സേലായുടെയും നൂറായുടെയും കഥകൾ പോലെ എത്രയോ കഥകൾ ഈ രാജ്യത്തിന് പറയാനുണ്ടാവും. ഇനി ആർക്കും അറിയാതെ പോയ കഥകളും ഉണ്ടാവും. മതത്തിന്റെയും ജാതിയുടെയും പാർട്ടിയുടെയും പേരിൽ തമ്മിൽ തല്ലുന്നതും തല്ലിപ്പിക്കുന്നതും കാണുമ്പോൾ ഈ സാക്രിഫൈസൊക്കെ പാഴായിപ്പോയോ എന്നും തോന്നാറുണ്ട്. ഈ യാത്ര കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ക്വസ്റ്റ്യനാണ് എല്ലാവരും ചോദിക്കുന്ന പോലെ, നമുക്കെന്ത് ചെയ്യാൻ കഴിയും?